ഇല്ല ഒരിക്കലും ഒരു ലാഗുമില്ല. ഒരു ത്രില്ലർ പടം, അതായത് ഒരു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. തിരിച്ചു വരാത്ത ദൂരയാത്രയൊന്നും അല്ലായിരുന്നു, തിരിച്ചു വന്നിട്ടുണ്ട്. വമ്പൻ ഫാൻസ് മാത്രമല്ല, ഒരു നല്ല സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല കോർട്ട് ഡ്രാമ ത്രില്ലർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കാണാവുന്ന ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സസ്പെൻസ് ത്രില്ലർ മലയാളികൾക്ക് സമ്മാനിച്ച ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ലാലേട്ടന്റെ ചിത്രം നേര് ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ആദ്യ കണ്ടിരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സൂപ്പർ. കുറെ നാൾക്ക് ശേഷം നമുക്ക് കാത്തിരുന്ന പെർഫോമൻസ് ഉണ്ട്. നല്ലൊരു സ്റ്റോറിയാണ് കണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ട്? സൂപ്പർ. ലാലേട്ടന് കുറെ നാൾക്ക് ശേഷമുള്ള ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലർ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും മലയാള സിനിമയുടെ ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് വേണം ജിത്തു ജോസഫ് വിശേഷിപ്പിക്കാൻ. വീണ്ടും ശരിക്കും ആ കൂട്ടുകെട്ട് നമ്മൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇന്റർവ്യൂലൊക്കെ ജിത്തു ജോസഫ് പറഞ്ഞായിരുന്നു, ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു നോർമൽ കോർട്ട് ഡ്രാമ പടമാണ്. പക്ഷേ എപ്പോഴും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നല്ലതായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെ തന്നെ ഒരു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ, അതായത് ഒരു ജിത്തു ജോസഫിന്റെ പടത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായും നമുക്ക് അതിന്റെ അവസാനം വരെ മൂടായതുകൊണ്ട് ഒരു ലാഗ് ഇല്ല ഒരിക്കലും ഒരു ലാഗുമില്ല. ഒരു ത്രില്ലർ പടം, അതായത് ഒരു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യം തന്നെ ഒരു വിക്ടിമിനെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന ഒരു കോർട്ട് ഡ്രാമയാണ്. പുള്ളി തന്നെയാണോ കുറ്റക്കാരെന്ന് കണ്ടുപിടിക്കുന്നുള്ള ഒരു ത്രൂ ഔട്ട് കോർട്ട് ഡ്രാമയാണ്. ലാലേട്ടന്റെ തിരിച്ചു തന്നെ പറയാം. തീർച്ചയായും ലാലേട്ടന്റെ നടൻ നമുക്ക് തിരിച്ചു കിട്ടി പറയാൻ പറ്റില്ല. ലാലേട്ടൻ നടൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് യാതൊരു സംശയമില്ല. അത് നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോഴാണ് ലാലേട്ടൻ്റെ ആ പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അതിൽ ഒരു സംശയമില്ല. ഒരു മോഹൻലാൽ ഫാൻസ് മാത്രമല്ല, ഒരു നല്ല സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നല്ല കോർട്ട് ഡ്രാമ ത്രില്ലർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കാണാവുന്ന ഒരു നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. എല്ലാവരും പോയി ലാലേട്ടൻ കുറച്ചാള് ശേഷം നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റും. അതെ, തിരിച്ചു വരാത്ത ദൂരയാത്രയൊന്നും അല്ലായിരുന്നു, തിരിച്ചു വന്നിട്ടുണ്ട്. വമ്പൻ ജിത്തു ജോസഫിന്റെ പടം മേക്കിംഗ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മേക്കിംഗ് ആണ്. പ്രത്യേകിച്ചുള്ള ഒരു ചെറിയ ക്യാൻവാസിൽ ഒരുക്കി വലിയ പടം. കോർട്ട് റൂമിലാണ് അടിപൊളിയാണ്. എസ്പെഷ്യലി സിദ്ദീഖ്, മോഹൻലാൽ, പ്രിയാമണി നല്ല പെർഫോമൻസ് ആയിരുന്നു. അശ്വരാജനും മോഹൻലാലും തമ്മിലൊരു വലിയൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. ഇത് പടം കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ലാലേട്ടൻ? എങ്ങനെയുണ്ട്? സൂപ്പർ. കുറെ നാൾക്ക് ശേഷം നമുക്ക് ലാലേട്ടന്റെ നല്ലൊരു പടം കാണാൻ പറ്റും. എങ്ങനെയുണ്ടാണ് പടം? കുഴപ്പമില്ല.